ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിദ്വേഷ പ്രസ്താവന തന്നെയുണ്ട്. വിരുന്നുകാരായി വന്ന് വീട്ടുകാരായി മാറുന്നു എന്ന തരത്തിലുള്ള മുസ്ലിം ലീഗിനെ മുസ്ലിം സമുദായവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് അവർക്കുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അർഹത അത് ഏതോ അന്യം നിൽക്കുന്ന ഒരു പാർട്ടിയും സമുദായവുമാണ്, അവർക്ക് കേരളീയ സമൂഹത്തിൽ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, അത് അനുവദിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിദ്വേഷ പ്രസ്താവന തന്നെയുണ്ട്. വിരുന്നുകാരായി വന്ന് വീട്ടുകാരായി മാറുന്നു എന്ന തരത്തിലുള്ള. അപ്പോൾ അവർ ശരിക്കും അന്യരാണ്. അവർക്കിതിനകത്ത് കിട്ടാവുന്ന, അല്ലെങ്കിൽ ഈ കേരളീയ സമൂഹത്തിൽ മെജോറിറ്റി ഹിന്ദുസിൻ്റെ ഇടയിൽ വന്നിട്ട് ലഭിക്കാവുന്ന എന്തെങ്കിലും ഇത് മാത്രം വാങ്ങിയിട്ട് പോകാം എന്നുള്ളതാണ് അവരെക്കുറിച്ച് കാണുന്നത്. അതിഥികളായി വന്നവരായിട്ടാണ് അവരെ കാണുന്നത്. വീട്ടുകാർ ഞങ്ങളാണ്, പക്ഷെ ഇവിടെ അതിഥികൾ വന്ന് വീട്ടുകാരാവുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ വർഗീയവാദികളെന്നല്ലാതെ മറ്റെന്താണ് വിശേഷിച്ച്. ഇപ്പോൾ കേരളത്തിൽ വർഗീയത എന്ന് പറഞ്ഞ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണ് ഇതിനെ വർഗീയതയായിട്ട് അവർ കാണുന്നില്ല എങ്കിൽ മറ്റെന്തിനെയാണ് അവർ വർഗീയതയായിട്ട് കാണുക? അപ്പോൾ അത് ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും കഴിയാത്ത ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ല, അത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ഇക്കാര്യത്തിലായിരിക്കും ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് CPM എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന, അതിനെ ദുഷിപ്പിക്കുകയും അതിനെ ജീർണിപ്പിക്കുകയും അതിൻ്റെ അങ്ങേയറ്റത്തെ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിക്കാണ് CPM ഇപ്പോൾ വളമിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയേ മതിയാവും.